ഗുണ്ടകളും അക്രമികളും അഴിഞ്ഞാടുന്ന നാടായി കേരളം മാറുകയാണ്. തൃശൂർ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് കൊടും കുറ്റവാളികളാണ്. 21-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. സംഭവം നടക്കുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തിൽ അയിമ്പൂർ സ്വദേശി അക്ഷയ്യാണ് കൊല്ലപ്പെട്ടത്. പ്രതികളെന്ന് കരുതുന്നവർ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറി ഓടുന്നതുമാണ് CCTV ദൃശ്യങ്ങളിലുള്ളത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് പിന്നാലെ ആലുംപറമ്പിൽ വെച്ചായിരുന്നു സംഘർഷം. 2 സംഘങ്ങളായി തിരിഞ്ഞുള്ള സംഘർഷത്തിനിടെ കുത്തേറ്റാണ് അരിമ്പൂർ വെളുത്തൂർ ദേശത്ത് ചുള്ളിപ്പറമ്പിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ അക്ഷയ് മരിച്ചത്. അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത്. 2 മാസം മുമ്പ് മൂർക്കനാട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ ആനന്ദപുരം സ്വദേശി പൊന്നിയത്ത് സന്തോഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കുണ്ട്. സന്തോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആനന്ദപുരം സ്വദേശി സഹിൽ, മൂർക്കനാട് സ്വദേശി പ്രജിത്ത്, കൊടകര സ്വദേശി മനോജ്, നെടുമ്പാൾ മണ്ണൂർ നിഖിൽ എന്നിവർ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ.